ശ്രീ മോഹൻ വർഗീസ്, ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ഇസ്രായേലിന്റെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ സ്പോക്സ് പേഴ്സൺ അക്ഷരാർത്ഥത്തിൽ ഒരു വിലാപസ്വരത്തിൽ സംസാരിക്കുകയാണ്. ഇതുവരെ ഇസ്രായേലിന്റെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ, ഏതെങ്കിലും ഒരു മന്ത്രി, ആരെങ്കിലും ഒരാൾ അത്തരത്തിൽ അദ്ദേഹം പറയുന്നത് ഇറാൻ നടന്ന വാർ ക്രൈം ആണെന്ന് പറയുകയാണ്. ആരാണ് പറയുന്നത്? ഇസ്രായേലാണ് പറയുന്നത് ഇറാൻ നടന്ന വാർ ക്രൈം ആണ്. അങ്ങനെ പറയത്തക്ക രീതിയിലേക്ക് ഇറാൻ ആക്രമണം ഇസ്രായേൽ കടുപ്പിക്കുന്നുണ്ട്. അത് ജനവാസ മേഖലയിലുണ്ട്, ടെല്ലവീവിലുണ്ട്, ഹൈഫയിലുണ്ട്. ഏറ്റവും ഒടുവിൽ നടന്ന വ്യോമാക്രമണത്തിൽ ധാരാളം കാഷ്വാലിറ്റി അവിടെ ഉണ്ടാകുന്നുണ്ട്. അത് ഈ ആക്രമണം നിർത്തിവെക്കാൻ ഇപ്പോൾ തൽക്കാലം ആയത്തുള്ള അലി ഖമനയെ കൊന്നു, ആദ്യ ലക്ഷ്യം സാക്ഷാത്കരിച്ചു എന്ന് കരുതി ആക്രമണത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ ഇസ്രായേലിനെ പ്രേരിപ്പിക്കുന്നതാകുമോ ഇറാൻ ഇപ്പോൾ നടത്തുന്ന ശക്തമായ തിരിച്ചടി? ശ്രീ മോഹൻ വർഗീസ്. ശ്രീ ഹാഷ്മി, രണ്ടു ഭാഗത്തും എസ്കലേഷൻ ഉണ്ടാകുന്നു എന്നത് കൃത്യമാണ്. എസ്കലേറ്ററി മോഡിലേക്ക് തന്നെയാണ് പോകുന്നത്. കൂടുതൽ സോഫ്റ്റ് ടാർഗറ്റ്സ്, അപ്രതീക്ഷിതമായ ഇടങ്ങൾ ആക്രമണ വിധേയമാകുന്നുണ്ട്. ഇവിടെ രണ്ട് ടീമുകളും ഇറാൻ എന്ന സഖ്യം, ഇറാൻ്റെ സഖ്യം എന്ന് പറയാനാവില്ല, ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് ഇപ്പോൾ ആക്റ്റീവായി രംഗത്ത് വന്നിട്ടില്ല. ഹൂതീസ്, ഹമാസ് ആൻഡ് ഹിസ്ബുള്ളാസ്, അതാണല്ലോ ഇറാൻ്റെ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസിൻ്റെ കുന്തമുനകളായി പ്രവർത്തിക്കുന്നത്. അവരുടെ കാര്യമൊന്നും കാര്യമായി ഇപ്പോൾ കേൾക്കുന്നത്. ഇപ്പോൾ ഇറാൻ ഏതാണ്ട് ഒറ്റയ്ക്കാണ് ഒരു വശത്ത്. മറുവശത്ത് യുദ്ധം ചെയ്യുന്ന രണ്ട് രാജ്യങ്ങൾ, അമേരിക്ക ആൻഡ് ഇസ്രായേൽ ആസ് എ ടീം. ഈ രണ്ട് ഭാഗവും ഏതാണ്ട് സമാനമായ രീതിയിൽ എസ്കലേറ്ററി ടാറ്റിക്സിലേക്ക് നീങ്ങിയ ഒരു കാഴ്ചയാണ് കഴിഞ്ഞ ഒരു 30 മണിക്കൂറിൽ പരം നീണ്ടു നിന്ന യുദ്ധത്തിൽ കാണുന്നത്. ഇപ്പം ലെവൽ 2, 3ലേക്ക് മാറിക്കഴിഞ്ഞു. യഥാർത്ഥം നോക്കൂ, പക്ഷേ കോൺട്രാസ്റ്റിംഗ് ഡൈനമിക്സ് ആണ് ഇത് കാട്ടുന്നത്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ശക്തിയായ ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ തിരിച്ചടി ഉണ്ടാകും. അങ്ങനെ കൂടുതൽ രാജ്യങ്ങൾ രംഗത്തേക്ക് വരും. ഇറാൻ്റെ തിരിച്ചടി നോക്കൂ, എങ്ങോട്ടെല്ലാമാണ് വന്നത്. 6 GCC രാജ്യങ്ങളിലേക്ക്, അതിന് പുറത്തുള്ള ഈവൻ സൈപ്രസിലേക്ക് പോലും ആക്രമണം വ്യാപിച്ച ഘട്ടത്തിൽ ഈ രാജ്യങ്ങളെല്ലാം ആത്യന്തികമായി ഇറാനെ തള്ളിപ്പറയും എന്ന പ്രതീക്ഷയാണ് അമേരിക്കയ്ക്ക് ഒരു വശത്ത്. അത് എസ്കലേഷൻ്റെ അമേരിക്കൻ അല്ലെങ്കിൽ ഇസ്രായേലി നറേറ്റീവ്. മറുഭാഗത്തെ തികച്ചും വ്യത്യസ്തമായ ഒരു നറേറ്റീവ് ഇറാനുമുണ്ട്. പരമാവധി രാജ്യങ്ങളിലേക്ക് ഇറാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മേഖലാ യുദ്ധം എന്ന നിലയിൽ ശ്രീ ഹാഷ്മി, ഈ യുദ്ധം വ്യാപിക്കുമ്പോൾ ലീവിങ് നോ സ്റ്റോൺ അൺടേൺഡ്, എല്ലാ രാജ്യങ്ങളും തന്നെ ആരെയും വിടുന്നില്ല. ശത്രു ഏതെന്നോ മിത്രം ഏതെന്നോ പറയാതെ എല്ലാ രാജ്യങ്ങളിലേക്കും ആ മേഖലയാകെ യുദ്ധം പടർത്തുക വഴി ഒരു ഫിയർ സൈക്കോസിസ് വരികയാണ്. അവിടെ ഏറെ നഷ്ടപ്പെടാനുള്ളത് ഓയിൽ റിച്ചായ അറബി രാജ്യങ്ങൾക്കാണ്. പ്രത്യേകിച്ച് GCCയിലെ UAEക്ക് നഷ്ടപ്പെടാനേറെയുണ്ട്. സൗദി അറേബ്യക്കുണ്ട്, ഖത്തറിനുണ്ട്, ബഹ്റൈനുണ്ട്, ഏറെ നഷ്ടപ്പെടാൻ. ഇതെല്ലാം തന്നെ എണ്ണ പ്രകൃതിവാതക സമ്പുഷ്ട രാജ്യങ്ങളാണ്. അമേരിക്കയോട് ഓരം ചേർന്ന് നിൽക്കുമ്പോഴും അവരെ സംബന്ധിച്ചിടത്തോളം ഇറാനെ പൂർണ്ണമായി തള്ളിപ്പറയാനാവില്ല. പക്ഷേ അമേരിക്കൻ സേനാ താവളങ്ങൾ നോക്കൂ, ഖത്തറിലാണ് ഈ ഏറ്റവും പ്രധാനപ്പെട്ട അമേരിക്കൻ വ്യോമതാവളം അൽ ഉദൈദ്. അതുപോലെ അതാണ് സെൻട്രൽ കമാൻഡിൻ്റെ ആസ്ഥാനവും അവിടെ തന്നെയാണ്. അതുപോലെ ബഹ്റിനിലെ മനാമയിലാണ് നാവിക താവളം. അമേരിക്കയുടെ 5ാം കപ്പൽപ്പടയുടെ കേന്ദ്രം എന്ന് പറയുന്നത് ബഹ്റിനിലാണ്. ചെറിയ രാജ്യമാണ്, എണ്ണസമ്പന്നമാണ്. പക്ഷേ ആ രാജ്യം അമേരിക്കയെ ഹോസ്റ്റ് ചെയ്യേണ്ടി വരുന്നു. ആക്റ്റീവായ യുദ്ധത്തിൽ പങ്കെടുക്കുന്നില്ല, അമേരിക്കയോടൊപ്പം അല്ല എന്ന് പറയുന്നു, നിഷ്പക്ഷമായി നിൽക്കുന്നു എന്ന് പറയുന്നു. പക്ഷേ വസ്തുത ഇതാണ്, അമേരിക്കൻ സായുധ സന്നാഹങ്ങൾ പരമ്പരാഗതമായി ഇവിടെ എല്ലാം ഉണ്ടായിരുന്നു. ഈ യുദ്ധം പരമാവധി ഒഴിവാക്കണമെന്ന് ആഗ്രഹിച്ച രണ്ട് രാജ്യങ്ങളുണ്ട്, സൗദി അറേബ്യ ആൻഡ് UAE. സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം പറയുന്നത് തങ്ങളുടെ ഭൂമി ഇറാനെതിരെയുള്ള യുദ്ധത്തിന് ഉപയോഗിക്കാൻ അമേരിക്കൻ സൈന്യത്തിന് അനുവാദമില്ല എന്ന് നേരെ മുഖത്ത് നോക്കി പറഞ്ഞ രാജ്യമാണ് സൗദി അറേബ്യ. അതേസമയം UAE സമാനമായ കാര്യം പറഞ്ഞു, ഞങ്ങളുടെ ഭൂമിയും അമേരിക്കൻ താവളങ്ങൾ ഇവിടെയുണ്ട്, ശരിയാണ്, പക്ഷേ യു ഹാവ് ടു ലൊക്കേറ്റ് യുവർ അറ്റാക്ക് ഫ്രം സം അതർ സോഴ്സസ്. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഈ ജോർദാനിൽ മാത്രമാണ് അമേരിക്ക ആ രീതിയിൽ അമേരിക്കൻ വിമാനങ്ങൾ പറന്നിറങ്ങിയതും അവിടെ ബേസ് ചെയ്ത ആക്രമണം. അതുപോലെ ഇസ്രായേലിൽ നിന്നും സ്വാഭാവികമായ ആക്രമണങ്ങൾ. രണ്ട് മെഡിറ്ററേനിയനിൽ സ്ഥിതി ചെയ്യുന്ന അമേരിക്കൻ പടക്കപ്പൽ അല്ലെ വിമാനവാഹിനി കപ്പലായ USS ജെറാൾഡ് ഫോർഡും ഈ പേർഷ്യൻ ഉൾക്കടലിൻ്റെ വെളിയിൽ, അതായത് ഈ അറബിക്കടലിൽ ഒമാൻ അഭിമുഖമായി സ്ഥിതി ചെയ്യുന്ന USS എബ്രഹാം ലിങ്കനും ഒരുപക്ഷെ ആ വിമാനങ്ങളെല്ലാം ഉപയോഗിക്കപ്പെട്ടേക്കാം 2ാം റൗണ്ടിലും 3ാം റൗണ്ടിലും. ആദ്യം മിസൈലുകളാണ്, വ്യോമ പ്രതിരോധ സംവിധാനങ്ങളാണ് ആദ്യം തകർക്കുന്നത്. അപ്പം രണ്ട് വശത്തും എസ്കലേഷനാണ്. ഇറാൻ്റെ ഉദ്ദേശം പ്രധാനമായും ഗൾഫ് രാജ്യങ്ങൾ
തിരിച്ചടി നേരിടുമ്പോൾ ഏതാണ്ട് 8 രാജ്യങ്ങളാണ് അറ്റാക്ക് വന്നത്. ഈ രാജ്യങ്ങൾ അമേരിക്കയെയും ഇസ്രയേലിനെയും പ്രേരിപ്പിക്കും. ഇനി മതി, മെല്ലെ പോകണം, ചർച്ചയിലേക്ക് നീങ്ങാം, കാരണം ഞങ്ങൾക്ക് ഏറെ നഷ്ടപ്പെടാനുണ്ട്. നിങ്ങൾ ഞങ്ങൾക്കൊരു ബാധ്യതയാണ്. നിങ്ങൾക്ക് താവളം ഞങ്ങൾ നൽകിയത് ഒട്ടകത്തിന് അറബി മൂക്ക് വെക്കാൻ ടെൻറ്റ് നൽകിയത് മാതിരിയാകുന്നു. അതുകൊണ്ട് കടക്ക് പുറത്ത് എന്നൊന്നും പറഞ്ഞില്ലെങ്കിൽ പോലും മെല്ലെപ്പോക്കുണ്ടാകണം, ഒരു സന്ധി ഉണ്ടാകണം. ആ രീതിയിൽ ഒരു സമ്മർദ്ദം ഉണ്ടാകുമെന്ന് ഇറാൻ പ്രതീക്ഷിക്കുന്നു. അതാണ് ഇറാൻ്റെ പ്രധാനപ്പെട്ട പ്രതീക്ഷ. അതുമാത്രമല്ല, ഇറാൻ്റെ വില്ലിങ്നെസ്, ടെനാസിറ്റി ആൻഡ് പ്രിപ്പയർഡ്നെസ് അത് കാട്ടാൻ വേണ്ടിയാണ് അങ്ങകലെ മെഡിറ്ററേനിയനിൽ കിടക്കുന്ന ടർക്കിയുടെയും ഗ്രീസിൻ്റെയും സാന്നിധ്യം കൂടിയുള്ള സൈപ്രസിലേക്ക്, അവിടെയാണ് ബ്രിട്ടീഷ് താവളം, ആ ബ്രിട്ടീഷ് നാവിക താവളമുള്ള സൈപ്രസിലേക്ക് ഇറാൻ മിസൈൽ അയച്ചു എന്ന് പറഞ്ഞ 2 ഉദ്ദേശമാണ്. ഞങ്ങൾക്ക് ആരെയും ഭയമില്ല. ബ്രിട്ടീഷുകാർ പറഞ്ഞു ഞങ്ങൾ യുദ്ധത്തിന് ചേരുന്നില്ല എന്നാണ് കെയർ സ്റ്റാമർ എന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പറഞ്ഞത്. ഇത് ട്രംപിൻ്റെ യുദ്ധമാണ്, ഞങ്ങൾക്കതിൽ താല്പര്യമില്ല, നിങ്ങൾ യുദ്ധം ചെയ്തോളൂ. മുൻകാല യുദ്ധങ്ങളിൽ നെയ്റ്റോ പങ്കാളിയെ ഞങ്ങളും ആക്റ്റീവായി പങ്കെടുത്തിരുന്നു, ഇതിൽ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിരുന്ന കെയർ സ്റ്റാർമറിനെ ഈ യുദ്ധത്തിലൂടെ, ഈ ആക്രമണത്തിലൂടെ സ്റ്റാർമർ ഇന്ന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് തിരുത്തി പറഞ്ഞു, ഇത് ഞങ്ങളുടെ യുദ്ധം കൂടിയാണ്, ഈ രീതിയിൽ ആക്രമണം ചെയ്യാൻ അനുവദിക്കില്ല. ഇതിന് എസ്കലേഷനിലൂടെ പരമാവധി രാജ്യങ്ങളെ ഈ രംഗത്തേക്ക് ആകർഷിക്കുക വഴി ആത്യന്തികമായി ഇറാൻ ഉദ്ദേശിക്കുന്നത് ഇതാ പാശ്ചാത്യ ചേരിയുടെ യുദ്ധമായി ഇത് മാറിയിരിക്കുന്നു. കടന്നു വരൂ റഷ്യ ആൻഡ് ചൈന, വൈ ഡു യു കീപ് സൈലൻസ്, കടന്നു വരൂ എന്ന് ഹോപ്പിംഗ് അഗൈൻസ്റ്റ് ഹോപ്പ്. ഇതൊരു വിഷ്വൽ തിങ്കിങ് ആണ്, പക്ഷേ ആ രീതിയിൽ ഇറാൻ പ്രതീക്ഷിക്കുന്നുണ്ടാകാം. ശരി, പക്ഷേ റഷ്യയും ചൈനയും കൊറിയയും ഉണ്ടാതിരിക്കുന്നില്ല. റഷ്യ അതിശക്തമായ ഭാഷയിൽ അപലപിച്ചു ആക്രമണത്തെ അല്ലെങ്കിൽ കൊലപാതകത്തെ. ചൈനയും അപലപിക്കുന്നുണ്ട്. ഉത്തര കൊറിയ കൂടി ഇപ്പം ഞാൻ പറയുന്നത് ഒരു യുദ്ധമാണ്. സാധാരണഗതിയിൽ അധികാരത്തിന്റെ ചേരിമാറ്റവും ഈ ശാക്തിക ബലാബലങ്ങളിലൊക്കെ മാറ്റം ഉണ്ടാക്കുക ഒരു യുദ്ധമാണ്. അതിലേക്ക് ഒക്കെ പോവോ എന്നാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ഞാൻ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.